ഹോയ്, ഞാൻ നദ. എന്ന് ചെയ്യുന്നത് കുൽക്കി സർബത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലാണ്. നമുക്ക് സാധാ എന്തെങ്കിലും ഇത് മസാലപ്പൊടിയൊക്കെ ഇട്ടേക്കുന്ന ബോട്ടിലാട്ടോ. സാധാ നമ്മുടെ വാട്ടർ ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഷുഗർ സിറപ്പാണ് വേണ്ടത്. ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് പഞ്ചസാരൻ്റെ ഇരട്ടി അളവിൽ വെള്ളം എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക, പഞ്ചസാര അലിയുന്നവരെ. പിന്നെ തണുപ്പിച്ച ശേഷം നമുക്കത് യൂസ് ചെയ്യാം. അത് എന്നിട്ട് നമുക്ക് ആ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം ഇതിലേക്ക് 5 മിനിറ്റ് ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുള്ള കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു 1.25 ടീസ്പൂൺ കസ്കസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് വേണ്ടവർക്ക് ഒരുപാട് കസ്കസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു നാരങ്ങ ഒന്ന് മുറിച്ചിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള നാരങ്ങ ആണെങ്കിൽ ഒരു നാരങ്ങൻ്റെ ഹാഫൊക്കെ മതിയാവും. ഇത് വലിയ പുളിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നല്ല പുളി ഉണ്ടാകുമ്പോഴാണല്ലോ ഇതൊക്കെ ടേസ്റ്റ്. നീര് ചേർത്ത ശേഷം നമുക്ക് ആ നാരങ്ങൻ്റെ അതും കൂടിയും ആദ്യം ഇട്ട് കൊടുക്കാം. ഞാൻ 2 പച്ചമുളക് നടു കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വലിയ എരിവില്ലാത്ത മുളകാട്ടോ. നല്ല എരിവുള്ള മുളകാണെങ്കിൽ ഒന്നൊക്കെ ചേർത്താൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തതല്ലേ. പിന്നെ നമ്മൾ ഐസ് ക്യൂബാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല തണുപ്പ് വേണ്ടവർക്ക് കുറേ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ബോട്ടിലൊന്ന് അടച്ചു വെച്ചിട്ട് അത് കുലുക്കിയെടുക്കാം. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഈ കുൽക്കി സർബത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.